ഹായ് ഫ്രണ്ട്സ്, ട്രൂ ഇവന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെക്ഷനിലെ ഇന്ത്യ ചരിത്ര ഭാഗത്തു നിന്നും PSC LP UP കഴിഞ്ഞകാല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു 5 ചോദ്യവും അനുബന്ധമായിട്ടുള്ള വിവരണവുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ LP UP പരീക്ഷയിൽ PSC ചോദിച്ച ഒരു ചരിത്ര ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിൽ പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇത് കഴിഞ്ഞ LP UPയുടെ ഇന്ത്യ ചരിത്ര ഭാഗത്ത് നിന്നുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള കോൺഗ്രസ് സെഷനാണ് എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് വ്യത്യസ്ത പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് INC-യുടെ മറ്റ് സെഷനുകളൊന്നും അറിയില്ല എങ്കിലും 29 ലാഹോർ സെഷൻ അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം രക്ഷപ്പെട്ടു പോവാം. അപ്പം നമുക്ക് അതിൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. 29 ലാഹോർ സമ്മേളനത്തിൽ ബന്ധപ്പെടാത്തത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ആ പ്രസ്താവന ശരിയാണ്. ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെടുന്ന വ്യക്തി ആദ്യമായി INC-യുടെ പ്രസിഡന്റായ സമ്മേളനമാണ് 1929 ലാഹോറിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനം. അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, ലാഹോർ എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമാണ് എന്നുകൂടി ഓർക്കുക. ഈ ലാഹോർ എന്നറിയപ്പെടുന്ന നഗരം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് രവി നദിയുടെ തീരത്തുള്ള പട്ടണമാണ്. അപ്പൊ രവി നദിയുടെ തീരത്ത് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ലാഹോർ. 1929 ലാഹോർ സമ്മേളനം നടക്കുമ്പോൾ ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നത് മറ്റാരുമല്ല, ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി, അദ്ദേഹം ആദ്യമായിട്ട് INC-യുടെ പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ കാലമല്ല, ഏറ്റവും കൂടുതൽ തവണ INC-യുടെ പ്രസിഡന്റായ വ്യക്തിയും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്ന് ഓർക്കുക. ഇവിടെ തെറ്റിക്കുന്ന ഒരു ചോദ്യം, ഒരു വർഷം നെഹ്റു ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്, INC-യുടെ സെഷൻ ഏത് എന്ന് ചോദിച്ചാൽ ആ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1912 ബെങ്കിപ്പൂരിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനമാണ്. ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് RN മുധോൽക്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം 12ഉം 29ഉം തെറ്റിപ്പോവരുത്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോൺഗ്രസ് സെഷൻ 1912 ബെങ്കിപ്പൂറും, ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രസിഡന്റായ കോൺഗ്രസ് സെഷൻ 1929 ലാഹോറുമാണ് എന്ന് ഓർക്കുക. അപ്പൊ ആ പ്രസ്താവന ശരിയാണ്. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് തെറ്റായ പ്രസ്താവനയാണെങ്കിൽ ഉൾപ്പെടുത്തുവാൻ കഴിയാത്തതാണ്. അപ്പൊ ഇത് ഉൾപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ബി ഓപ്ഷൻ ഇങ്ങനെയാണ്: പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇതെന്നാണ്. ഓക്കെ, ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ആ പ്രസ്താവന ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രസ്താവനയും ഇതിനോട് നീതി പുലർത്തുന്ന ശരിയായ പ്രസ്താവനയാണ്. പൂർണ്ണ സ്വരാജ് പ്രൊക്ലമേഷൻ നടത്തിയ കോൺഗ്രസ് സെഷനും 1929 ലാഹോർ സെക്ഷനാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ അവിടെ വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. എന്താണ്? പൂർണ്ണ സ്വരാജ് പ്രൊക്ലമേഷൻ നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റായ ജവഹർലാൽ നെഹ്റു ആണ്. ചോദ്യം: പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷം 1929, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച നഗരം ലാഹോർ, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിക്കുന്ന ഒരു കോൺഗ്രസ് സെഷൻ ഉണ്ട്, മറ്റൊന്നാണത്. അതായത് ഈ പൂർണ്ണ എന്ന പ്രയോഗം കാണാതെ ഇരിക്കും. അപ്പൊ എന്തായി? സ്വരാജായി. അപ്പൊ എന്തായി?
സ്വരാജ് പ്രൊക്ലമേഷനായി. സ്വരാജ് പ്രൊക്ലമേഷൻ എന്ന് മാത്രമാണ് ചോദ്യ പേപ്പറിൽ ചോദിക്കുന്നത് എങ്കിൽ ഒരിക്കലും 29 ലാഹോർ സമ്മേളനം എഴുതരുത്. സ്വരാജ് പ്രൊക്ലമേഷൻ ആണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് 1906 കൽക്കത്തയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് സ്വരാജ് പ്രൊക്ലമേഷൻ നടത്തിയത്. അപ്പൊ 2 സെഷൻ തെറ്റിക്കുന്നത് സ്വരാജ് പ്രൊക്ലമേഷനും പൂർണ്ണ സ്വരാജ് പ്രൊക്ലമേഷനും. സ്വരാജ് പ്രൊക്ലമേഷൻ നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ആദ്യമായി നടത്തിയ ഇന്ത്യക്കാരനായിരുന്നു ദാദാഭായ് നവറോജി. ആ പ്രഖ്യാപനത്തെ ആണ് സ്വരാജ് പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. സ്വരാജ് പ്രഖ്യാപനം നടന്ന വർഷം 1906 ബംഗാൾ വിഭജന കാലഘട്ടത്തിൽ, സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ ചരിത്രമുറങ്ങുന്ന കൽക്കത്തയുടെ മണ്ണിലാണ് സ്വരാജ് പ്രൊക്ലമേഷൻ നടന്നത്. തെറ്റിപ്പോവരുത്. ഈ ചോദ്യത്തിന്റെ 2ാമത്തെ പ്രസ്താവനയുടെ മറ്റു പൂർണ്ണ വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ശരിയായ പ്രസ്താവനയാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ടു ഈ സമ്മേളനത്തിൽ, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു സെഷൻ 1906 കൽക്കത്തയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനമാണ്. അതിന് അധ്യക്ഷ പദവി അലങ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. അതിന്റെ പ്രസിഡന്റായ ദാദാഭായ് നവറോജിയാണ് ഈ സമ്മേളനത്തിൽ ഇന്ത്യയിൽ സ്വരാജ് പ്രൊക്ലമേഷൻ നടത്തിയത്. 3ാമത്തെ പ്രസ്താവനയിലേക്ക് പോവാം. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു ചോദ്യമാണ്. ഇത് തെറ്റാണ് എന്ന്. എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് കേട്ടിട്ട് ചാടിക്കേറി ഉത്തരവ് എഴുതരുത്. ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്നല്ല, പിൻവലിക്കുവാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധാപൂർവം വായിക്കണം. പിൻവലിക്കുവാൻ തീരുമാനിച്ചു, ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്നാണ് ചോദ്യമെങ്കിൽ ഈ പ്രസ്താവന ശരിയാണ്. ഇത് പിൻവലിക്കാനാണ്. അപ്പൊ നമുക്കറിയാം സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കപ്പെട്ടത്, ഈ ചോദ്യം പറയുന്ന പോയിന്റ് ആണെങ്കിൽ 1934 29 ഈ പ്രസ്ഥാനം പ്രഖ്യാപിക്കുകയും 1930 ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 34 വരെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. അപ്പോ ഈ പ്രസ്താവന തെറ്റാണ്. എന്താണ്? സിവിൽ നിയമലംഘന സമരം പിൻവലിക്കുവാൻ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമല്ല ഇത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 29 ലാഹോർ സമ്മേളനം. ഓക്കെ, ഇനി അവസാനത്തെ പ്രസ്താവനയിലേക്ക് പോവാം. 1930 ജാനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇതും ശരിയാണ്. എന്താണ്? 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ. അപ്പൊ ഈ ചോദ്യത്തിന്റെ കഴിഞ്ഞ LP-UPയുടെ കഴിഞ്ഞ PSC നടത്തിയ പരീക്ഷയുടെ ആദ്യത്തെ ചരിത്ര ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മറ്റ് വിവരങ്ങൾ മനസ്സിലാക്കിയാൽ കൂടുതൽ മാർക്കുകൾ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഓക്കെ, ഇനി 2ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 2ാമത്തെ ചോദ്യം മോഡേൺ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ആവർത്തിക്കപ്പെട്ട ഒരു ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. എന്താണ് ചോദ്യം? ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങാണ്. ഏതാണ് ആ സർവകലാശാല? അതായത് 1916 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യൻ സർവകലാശാല ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. കൽക്കത്ത സർവകലാശാല അവർ കൊടുത്തിരിക്കുന്നു എ ഓപ്ഷൻ. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കൽക്കത്ത സർവകലാശാലയിലേക്ക് നമുക്ക് പോയാൽ കൽക്കത്ത യൂണിവേഴ്സിറ്റി വരുന്ന 1857 കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ യൂണിവേഴ്സിറ്റിയാണ് കൽക്കത്ത യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ പാശ്ചാത്യ യൂണിവേഴ്സിറ്റിയാണ് കൽക്കത്ത യൂണിവേഴ്സിറ്റി.
മറ്റൊരു പ്രത്യേകത കൂടി, കൽക്കത്ത യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഇന്ത്യക്കാരല്ല. കാരണം പ്രാദേശികപരമായ യൂണിവേഴ്സിറ്റി അല്ല കൽക്കത്ത യൂണിവേഴ്സിറ്റി. ബ്രിട്ടീഷ് അധീനതയിൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് കൽക്കത്ത യൂണിവേഴ്സിറ്റി. 57 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് കാനിങ് പ്രഭു എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്. മറ്റൊരു പ്രത്യേകത കൂടി, കൽക്കത്ത യൂണിവേഴ്സിറ്റി മാത്രമല്ല 1857 സ്ഥാപിക്കപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ കൽക്കത്ത, അതുപോലെ തന്നെ ബോംബെ, അതുപോലെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടതും ഒരുമിച്ച് തന്നെയാണ്. ആ വർഷം 1857. എന്നിരുന്നാൽ പോലും ബ്രിട്ടീഷുകാരുടെ ഭരണസിരാസ്ഥാനത്ത് ആരംഭിക്കപ്പെട്ട കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും 57 വന്ന യൂണിവേഴ്സിറ്റിയാണ് കൽക്കത്ത. അതുകൊണ്ട് തന്നെ കൽക്കത്ത യൂണിവേഴ്സിറ്റി അല്ല. ഇനി ബി ഓപ്ഷനിലേക്ക് നമുക്ക് പോയാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1920 പേരുമാറ്റിയ പ്രസ്ഥാനമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ച യൂണിവേഴ്സിറ്റി, വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വിദ്യാപീഠത്തിന്റെ പിൻതലമുറയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. വേണമെങ്കിൽ നമുക്ക് പറയാം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാപീഠം എന്ന് പറയുന്നത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ ഒരു മാർക്കാണ്, ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം അത് 1875 ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്, അലിഗഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇത് രൂപം കൊള്ളുന്നത്. ഇത് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ 1875 ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്ഥാനമായിരുന്നു ഏതാ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. 1875 ഉത്തർപ്രദേശിലെ അലിഗഡിൽ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് 1920 ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയി മാറുകയും ചെയ്യുന്നു. അപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത്, എക്സ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1920 ഈ കാലയളവിൽ ഇന്ത്യയുടെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ചെയിംസ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. ചെയിംസ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന പേര് മാറ്റുന്നത്. അവിടെ ഇംഗ്ലീഷുകാരന് വലിയ പ്രാധാന്യമില്ല, കാരണം ഇത് നമ്മളുടെ പ്രസ്ഥാനമാണ്. പക്ഷെ കൽക്കത്ത യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അവിടെ കാനിങ്ങിന് പ്രാധാന്യം ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഒരു പാഠശാലയിലേക്ക് പോയപ്പോൾ ഇതല്ല, കൽക്കത്ത യൂണിവേഴ്സിറ്റി അല്ല, അലിഗഡ് യൂണിവേഴ്സിറ്റി അല്ല. ഇനി നമ്മൾ സി ഓപ്ഷനിലേക്ക് പോകുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന്. ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും അല്ല, നമുക്ക് പെട്ടെന്ന് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1922 ബ്രിട്ടീഷ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഈ കൽക്കത്ത, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികളുടെ കണക്ക് തന്നെ അവരുടെ നിയന്ത്രണത്തിൽ ആരംഭിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഏതെന്നറിയപ്പെടുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത്. 1922 ഡൽഹി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് റീഡിംഗ് പ്രഭു എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയിയാണ്. റീഡിംഗ് പ്രഭുവിന്റെ ഭരണ കാലഘട്ടത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 3 യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷുകാരുമായി പ്രാധാന്യപ്പെട്ടിരിക്കുന്നത് കൽക്കത്ത, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികൾ കാനിങ് പ്രഭുവിന്റെയും, അതേ കണക്ക് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി 22 റീഡിംഗ് പ്രഭുവിന്റെയും ഭരണ കാലഘട്ടത്തിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ചെയിംസ്ഫോർഡിന് വലിയ പ്രാധാന്യമില്ല, കാരണം അത് പൂർണ്ണമായും ഒരു ഇന്ത്യക്കാരന്റെ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് 3 അല്ല എന്ന് തീർത്താൽ നമുക്ക് ഉത്തരം അറിഞ്ഞുകൂടാ എങ്കിലും നമുക്കുടെ ഉത്തരം എന്തായിരിക്കും, ഡി ആയിരിക്കും. ഡി എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്, എളുപ്പമാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത് 1916 ഇവിടെ പറഞ്ഞിരുന്നു. 1916 ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയാണ് എന്ന് പറഞ്ഞു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങ്. അപ്പം ബനാറസ് എവിടെ എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്.
നമ്മൾ മുമ്പ് ഒരു കോൺഗ്രസ് സെഷൻ പറഞ്ഞപ്പം പറഞ്ഞോ, ബനാറസിന്റെ മറ്റു പേരുകളാണ് എന്ത്? വാരണാസി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ കാശി എന്ന് അറിയപ്പെടുന്നത്. ഗംഗാ നദിയുടെ തീരത്താണ് ഈ പട്ടണം എന്ന് പറഞ്ഞോ. അത് ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ഇന്ത്യക്കാരനാര് എന്ന് ചോദിച്ചാൽ അത് മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരനാണ്. അപ്പോ ഇന്ത്യയുടെ പ്രസ്ഥാനമാണിത്. ഇവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന അതിലും മികച്ച ഒരു ചോദ്യം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ മുൻഗാമി, ഇപ്പം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മുൻഗാമി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന് പറഞ്ഞ പോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ബനാറസ് ഹിന്ദു സ്കൂളാണ്, അല്ലെങ്കിൽ ഹിന്ദു സെൻട്രൽ സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളാണ്. അപ്പൊ നല്ലൊരു ചോദ്യമാണ്, ഹിന്ദു സെൻട്രൽ സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളാണ്, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളാണ്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1899 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിന്റെ ബനാറസിന്റെ മണ്ണിൽ ഈ സ്കൂൾ സ്ഥാപിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയും വിദേശിയുമായിട്ടുള്ള ആനി ബെസന്റ് എന്നറിയപ്പെടുന്ന വനിതയാണ്. നല്ലൊരു ചോദ്യമാണ്. ബനാറസ് ഹിന്ദു സ്കൂള് അല്ലെങ്കിൽ ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ച വിദേശ വനിത, ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവാര് ആനി ബെസന്റ്. വർഷം 1899. പിന്നീടാണ് ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനം 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയായി മാറിയത്. ആ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റിയത് മദൻ മോഹൻ മാളവ്യാണ്. 1915 ജാനുവരി 9 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലാണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ PSCയുടെ പ്രീവിയസ് ചോദ്യത്തിന്റെ ആൻസർ ഡി ഓപ്ഷൻ ആണ്. ഉത്തരം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഓക്കെ, LP-UP പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം എന്ന് പറയുന്നത്, ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. PSC കഴിഞ്ഞ LP-UPക്ക് മോഡേൺ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതായിരുന്നു. എന്താണ്? ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ്. ഒരു സംശയവും നമുക്കില്ല, വളരെ എളുപ്പം പറയാൻ കഴിയുന്നതാണ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു സംശയവും ഇല്ല, നമുക്ക് പറയാം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടേതാണ് ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം. ഓക്കെ, ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് 1939 സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇതൊരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു തീവ്രവാദം പ്രസരിക്കുന്ന പ്രസ്ഥാനമാണ്. 1939 ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇതിന്റെ സ്ഥാപകനും ഒരു തീവ്രവാദിയാണ്. അദ്ദേഹത്തിന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം. INC-യിലെ ഇടത് വിഭാഗത്തെ സ്വാധീനിച്ചിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതും ഫോർവേഡ് ബ്ലോക്ക് ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികളെ കൊണ്ടുവരുവാൻ വേണ്ടി, മിതവാദികളും തീവ്രവാദികളുമുണ്ട്. INC-യിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയും തീവ്രവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകനുമാണ്. 1915-ലും 1920-ലും ഈ നേതാക്കന്മാരൊക്കെ നമുക്ക് നഷ്ടമായി പോയി എങ്കിൽ പോലും പിന്നീട് തീവ്രവാദി വിഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒട്ടനവധി തീവ്രവാദി നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദ സമീപനത്തിൽ നിൽക്കുന്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്, ഇടത് വിഭാഗ ചിന്തയുള്ളവരുണ്ട്. അപ്പൊ ഇവരെ ആകർഷിക്കുന്നതിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് ഇത് ഫോർവേഡ് ബ്ലോക്ക്. ആരംഭിച്ച വർഷം 1939. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ്സുകാരനാണോ? ആണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമ്മേളനങ്ങൾ ഇവിടെയൊന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്. 38, 39 എന്നീ 2 വർഷങ്ങളിലാണ് സുഭാഷ് ചന്ദ്രബോസ് INC-യുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INC പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന 1938 ആ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ഹരിപുരയുടെ മണ്ണിലാണ്. ഹരിപുര
ഇനി 39-ലും അദ്ദേഹമാണ് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത്. 39 വേദി ത്രിപുരയാണ്. ത്രിപുരയല്ല, ത്രിപുരി. കുട്ടികൾ പൊതുവെ ത്രിപുര എന്നാണ് പഠിക്കുന്നത്. ത്രിപുര ഒരു സംസ്ഥാനമാണ്, അതിന്റെ തലസ്ഥാനം അഗർത്തലയാണ്. അപ്പൊ 2 സ്ഥലങ്ങളായി, 2 നഗരങ്ങളായി. ഇനി ഇത് എവിടെയാണ് എന്നുള്ളതാണ്. ഹരിപുര ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഒരു നഗരമാണ് ഹരിപുര. ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ മറ്റൊരു നഗരമാണ് ത്രിപുരി. അപ്പം ഹരിപുര, ത്രിപുരി പ്രദേശങ്ങളിൽ 2 കോൺഗ്രസ് സമ്മേളനങ്ങൾ 38, 39 വർഷങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് 2 തവണയാണ് INC-യുടെ പ്രസിഡന്റ് ആയത്. 38, 39 വർഷങ്ങളിലാണ്. ഇനി ഒരു പ്രത്യേകത, ഈ 39-ലൊരു പ്രത്യേകത, INC-യിൽ ആദ്യമായിട്ട് INC-യിൽ എന്ത് നടക്കുകയാണ്? ഇലക്ഷൻ നടക്കുകയാണ്. 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ജനാധിപത്യ മര്യാദകൾ പാലിച്ചു തുടങ്ങപ്പെട്ട വർഷം 1939 ആണ്. 39-ൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ മത്സരിച്ചത് സുഭാഷ് ചന്ദ്രബോസും സുഭാഷിനെതിരായി മത്സരിച്ച വ്യക്തിയുടെ പേര് പട്ടാഭി സീതാരാമയ്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി നോമിനേറ്റ് ചെയ്തത് ആരെ എന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാരാമയ്യാണ്. എന്നാൽ ആ ഇലക്ഷൻ വിജയിച്ച ഇന്ത്യൻ ദേശീയവാദിയാണ്, തീവ്രവാദിയാണ് ആരാ? സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് INC-യുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷമാണ് 1939. എന്നാൽ 39-ൽ സുഭാഷ് ചന്ദ്രബോസ് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് എന്തു ചെയ്തു? രാജിവെച്ചു. അങ്ങനെ രാജിവെച്ച് പുറത്തുപോയ ശേഷം ഇദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏതെന്നറിയപ്പെടുന്നത് ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് 39-ൽ രാജിവെച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ഇവിടെ കോൺഗ്രസിന് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ ഓർത്തു വെക്കുക, നല്ലൊരു മികച്ച ചോദ്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 39-ൽ സുഭാഷിന്റെ രാജിയെ തുടർന്ന് INC-യുടെ പ്രസിഡന്റ് പദവിയിലേക്ക് വന്ന വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ ഇവിടെ ഒരു കാര്യം പറഞ്ഞത് ഫോർവേഡ് ബ്ലോക്ക് ആണ്. ഇതിന്റെ സ്പീഡ് കൂടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ച് സമയമുള്ളൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾ 1-2 ആവർത്തി കൂടി കേൾക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് 1 മാർക്ക് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് കിട്ടും. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന സംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഫോർവേഡ് എന്നറിയപ്പെടുന്ന പത്രം ആരാണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. 1 മാർക്കാണ്. ഫോർവേഡ് എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ച വ്യക്തി CR ദാസ് ആണ്. CR ദാസ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സുഭാഷിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ആരെന്നറിയപ്പെടുന്നത്? CR ദാസ്. ചിത്തരഞ്ജൻ ദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. അപ്പൊ ഇവിടെ ഫോർവേഡ് ബ്ലോക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഒരു തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഇനി ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഫോർവേഡ് എന്നറിയപ്പെടുന്ന ഒരു പത്രമുണ്ട്. ഫോർവേഡ് എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് CR ദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഫോർവേഡ് എന്നറിയപ്പെടുന്ന പത്രത്തിൽ എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ആര്? ഫോർവേഡ് എന്ന പത്രത്തിൽ എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന വിപ്ലവകാരിയാണ്, തീവ്രവാദിയാണ് ആരെന്നറിയപ്പെടുന്നത്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഈ ഫോർവേഡ് എന്നറിയപ്പെടുന്ന പത്രമാണ് പിൽക്കാലത്ത് ലിബർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഫോർവേഡ് എന്നറിയപ്പെടുന്ന പത്രം പിന്നീട് ലിബർട്ടി എന്ന പേര് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഓർത്തു വെക്കുക ഈ ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. INC-യിലെ തീവ്രവാദ വിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക്. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഫോർവേഡ് ബ്ലോക്ക്. 39-ൽ INC-യിൽ നിന്ന് രാജിവെച്ച ശേഷം ഇദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതാ ഫോർവേഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം. INC-യിൽ 39-ൽ ഇലക്ഷൻ നടക്കുന്നു. 38-ലും 39-ലും സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നു. 39-ൽ ഇദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് INC-യുടെ പ്രസിഡന്റായ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഫോർവേഡ് എന്ന പത്രം സ്ഥാപിച്ചത് CR ദാസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. ഈ പത്രത്തിന്റെ എഡിറ്ററായി ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പത്രം ലിബർട്ടി എന്ന പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ.
നാലാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം, സമയം കളയേണ്ടതില്ല. ചോദ്യം ഇതാണ്: മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് LP UP സിലബസിൽ മറ്റ് സിലബസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഇന്ത്യ ചരിത്ര ഭാഗത്തു നിന്നുള്ളൊരു മേഖലയിൽ നിന്നാണ് ചോദ്യം. അത് ആൻഷ്യന്റ് ഇന്ത്യൻ വേൾഡ് ഹിസ്റ്ററിയാണ്. പുരാതന ലോക ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് മാരകമായ ഒരു പഠനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ LP UPക്ക് കിട്ടുന്നത് ഈ മേഖലയിൽ നിന്നാണ്. സമയം കളയുന്നില്ല. അപ്പം ഇവിടുത്തെ നാഗരികത എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ നാഗരികതയാണ് അല്ലേ? അപ്പം വെങ്കലയുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം, പ്രധാനപ്പെട്ട ചൈനീസ് സംസ്കാരം എന്നിങ്ങനെ 4 വെങ്കലയുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട സംസ്കാരവും ഇരുമ്പ് യുഗവുമായി ബന്ധപ്പെട്ട ഗ്രീക്ക് റോമൻ സംസ്കാരവും ഒക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് മെസപ്പൊട്ടോമിയയിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണത്തെ കുറിച്ചാണ്. അതിൽ എന്താണ് പറയുന്നത്? ആരാധനാലയം, നിർമ്മാണങ്ങളിൽ ആരാധനാലയങ്ങളെ അറിയപ്പെടുന്ന പേരെന്ത് എന്നാണ്. ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തായാലും കാൽഡിയൻ ആ വിഭാഗത്തെ അല്ല. ഇനി നമുക്ക് ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു എഴുത്തുവിദ്യയാണ് അല്ലെങ്കിൽ ലിപിയാണ്. അപ്പം അതുമല്ല. ഇനി നമുക്ക് സംശയം വരുന്ന 2 എണ്ണമാണ് സ്ഫിങ്സുകളും സിഗുറാത്തുകളും എന്നറിയപ്പെടുന്നത്. സ്ഫിങ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ നമ്മുടെ മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ടതല്ല, ഈജിപ്ഷ്യൻ നാഗരികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏത്? സ്ഫിങ്സുകൾ എന്നറിയപ്പെടുന്ന ശില്പരൂപങ്ങൾ. ഈജിപ്റ്റ് സംസ്കാരം ഉടലെടുത്തത് നമുക്കറിയാം നൈൽ നദിയുടെ തീരത്താണ്. അപ്പൊ നൈൽ നദിയുടെ തീരത്ത് ഉടലെടുത്ത ഈജിപ്ഷ്യൻ നാഗരികത ഒരു വെങ്കലയുഗ നാഗരികതയ്ക്ക് ഉദാഹരണമാണ്. അതുമായി ബന്ധപ്പെട്ട രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്ഫിങ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതല്ല, കൽഡിയൻ വിഭാഗമാണ്, അതല്ല. ഇനി അടുത്തത് ക്യൂണിഫോം എന്നറിയപ്പെടുന്ന ഒരു ലിപിയാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് ലിപിയായിട്ടോ എഴുത്തു വിദ്യയായിട്ടോ പരിഗണിക്കുന്നതാണ് ഏതെന്നറിയപ്പെടുന്നത്? ക്യൂണിഫോം. ഓർത്തുവെക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുത്തുവിദ്യയായിട്ട് പരിഗണിക്കുന്നതാണ് ഏതെന്നറിയപ്പെടുന്നത്? ക്യൂണിഫോം. ക്യൂണിഫോമിന്റെ പ്രത്യേകത അത് മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാൽഡിയൻ നമുക്ക് ഈ സ്ഫിങ്സുകള് മെസപ്പൊട്ടോമിയായിട്ട് നമുക്ക് ബന്ധപ്പെടാത്ത പ്രയോഗമാണ്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ക്യൂണിഫോം എന്നറിയപ്പെടുന്ന ലിപി മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഈ നാഗരികതയിലെ ആദ്യത്തെ നാഗരിക സമൂഹമായിട്ടുള്ള സുമേറിയൻ ജനത വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ സുമേറിയൻ ജനതയുടെ ലിപിയാണ് ഏതെന്നറിയപ്പെടുന്നത്? ക്യൂണിഫോം ലിപി എന്നറിയപ്പെടുന്നത്. ലോകത്തില് മനുഷ്യന് ഏറെ ബുദ്ധിമുട്ട് ഉള്ളത് എഴുത്താണ് എന്ന പ്രയോഗമാണ് ക്യൂണിഫോം ലിപിയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതായത് ഈ മൺകട്ടകളിൽ എന്താണ് ഈ തുകലിന്റെ അറ്റം കൊണ്ടോ അല്ലെങ്കിൽ എല്ലും കഷ്ണം കൊണ്ടോ ഒക്കെ ആശയങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഈ മൺകട്ടകൾ ചുട്ടെടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായ രീതിയാണ് ഈ എഴുത്തുവിദ്യയുമായി ബന്ധപ്പെട്ട് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചുട്ടെടുത്ത മൺകട്ടകൾ എഴുത്ത് ലിപിയോട് കൂടിയിട്ടുള്ള മൺകട്ടകളുടെയൊക്കെ ശേഖരങ്ങൾ നമുക്ക് ലഭിക്കുകയും ഇത് വായിച്ചു മനസ്സിലാക്കുവാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലേക്ക് മെസപ്പൊട്ടോമിയയെ കുറിച്ച് അല്ല എന്നുണ്ടെങ്കിൽ സുമേറിയൻ നാഗരികതയെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ക്യൂണിഫോം ഒരു ലിപിയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? സിഗുറാത്തുകൾ എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം, മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ ആരാധനാലയങ്ങളെ വിളിച്ചിരുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? സിഗുറാത്തുകൾ എന്നുള്ളതാണ്. അപ്പൊ സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്നത് ആരാധനാലയമാണ്. മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട സുമേറിയൻ നാഗരികതയിലാണ്, മെസപ്പൊട്ടോമിയയിലെ സുമേറിയൻ ജനതയാണ് ഈ സിഗുറാത്തുകൾ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മെസപ്പൊട്ടോമിയൻ നാഗരികത എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരങ്ങളിലാണ് ഏത് സംസ്കാരം ഉടലെടുത്തത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത്. അതിനകത്ത് ആദ്യത്തെ നാഗരികതയാണ് അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയയിലെ ആദ്യത്തെ സംസ്കാരമാണ്, ആദ്യത്തെ ജനതയാണ് ആരെന്നറിയപ്പെടുന്നത്? സുമേറിയൻ നാഗരികത അല്ലെങ്കിൽ സുമേറിയൻ ജനത എന്നറിയപ്പെടുന്നത്. അവർ വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയാണ് നമ്മൾ ഈ പറയുന്ന ക്യൂണിഫോം ലിപി. അവരാണ് ആദ്യമായിട്ട് പാർപ്പിടം നിർമ്മിച്ചത്. അവരാണ് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് കൃഷി ആരംഭിച്ചത്. അവരാണ് ആദ്യമായിട്ട് കൂട്ടമായി താമസിക്കുവാൻ തുടങ്ങിയത്. അവരാണ് ആദ്യമായിട്ട് വ്യാപാരം ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ആരാധനാലയങ്ങൾക്കും തുടക്കം കുറിച്ചത് മെസപ്പൊട്ടോമിയൻ നാഗരികതയിലെ സുമേറിയൻ ജനതയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ നിന്നുള്ള
വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ വെള്ളപ്പൊക്കങ്ങളെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ സഹായകമായിട്ടുണ്ട്. അതായത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരങ്ങളിൽ ഒരു പ്രദേശത്തിന്റെ ഏകദേശം മധ്യത്തായിട്ട് മൺകൂനയുടെ മുകളിൽ പീഠങ്ങൾ പോലെയാണ് എന്ത് നിർമ്മിക്കപ്പെട്ടത്? സിഗുറാത്തുകൾ നിർമ്മിക്കപ്പെട്ടത്. എന്നിട്ട് സൈഡി വശങ്ങളിൽ നിന്ന് അതിന് മുകളിലേക്ക് കയറുവാൻ എന്തുണ്ട്? പടികളുണ്ട്. അപ്പൊ എന്താണ്? താരതമ്യേന ഭൂപ്രദേശത്ത് നിന്നും വളരെ ഉയരത്തിലാണ് എന്ത് നിർമ്മിച്ചിരുന്നത്? ഈ സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പൊ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണങ്ങൾ, സിഗുറാത്തുകളുടെ നിർമ്മാണങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തിരുന്നത്? നടത്തിയിരുന്നത്. കാരണം ഈ അതിന്റെ നിർമ്മാണ വസ്തുക്കളൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഉയരത്തിൽ കൊണ്ടുപോകുവാനും ഒക്കെ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സിഗുറാത്തുകൾ പണിഞ്ഞിരുന്നു. ഈ സിഗുറാത്തുകളുടെ പൊതുവേ ഉള്ള നിർമ്മാണ വസ്തു എന്ന് പറയുന്നത് ഇഷ്ടികയാണ്, അല്ലെങ്കിൽ മൺകല്ലുകളാണ്, അല്ലെങ്കിൽ ചെളിക്കട്ടകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിഗുറാത്തുകൾ, ആരാധനാലയങ്ങൾ നിർമ്മിച്ചത്. അപ്പം വലിയ മൺകൂനയുടെ മുകളിൽ പീഠങ്ങളായി, തട്ടുകളായിട്ട് സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നു. ഇതിലേക്ക് കയറുവാൻ വശങ്ങളിൽ നിന്ന് എന്തുണ്ടായിരുന്നോ? പടികൾ ഉണ്ടായിരുന്നോ? പ്രധാന നിർമ്മാണ വസ്തു എന്ന് പറയുന്നത് ഇഷ്ടികയാണ്. അങ്ങനെ ഓരോ നഗരപ്രദേശം, മെസൊപ്പൊട്ടേമിയൻ, സുമേറിയയിൽ രൂപം കൊണ്ടിട്ടുള്ള ഓരോ ഗ്രാമ നഗരപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സിഗുറാത്തുകൾ ഉണ്ടായിരുന്നു. ആ സിഗുറാത്തുകളുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദേവനെയോ ദേവനെയോ എന്ത് ചെയ്തിരുന്നോ? ആരാധിച്ചിരുന്നു. അപ്പൊ ആ സിഗുറാത്തുകൾ ഒരു ദൈവത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സിഗുറാത്തുകളുടെ ഏറ്റവും മുകളിലത്തെ ഗോപുരത്തിൽ അല്ലെങ്കിൽ റൂമിലാണ് ഈ ദൈവം കുടിയിരിക്കുന്നതായി വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഏറ്റവും തട്ടുതട്ടുകളായി പണിഞ്ഞതിൽ ഏറ്റവും മുകളിലത്തെ മുറിയിൽ ദൈവം കുടിയിരിക്കുന്നതായി വിശ്വസിക്കുന്നു. ഈ ദൈവത്തെ ആരാധന നടത്തുവാനുള്ള അധികാരം പുരോഹിതനായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലായി എന്താണ്? പുരോഹിത സമ്പ്രദായം ഉണ്ടായിരുന്ന നാഗരികതയാണ് സുമേറിയൻ നാഗരികത. ആരാധന നടത്തിയിരുന്ന നാഗരികതയാണ് സുമേറിയൻ നാഗരികത. ആരാധന ആലയങ്ങൾ പണിഞ്ഞിരുന്ന നാഗരികതയാണ് സുമേറിയൻ നാഗരികത. ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് സുമേറിയയുടെ ആദ്യകാല ആ കൂട്ടത്തിന്റെ നേതാവായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പുരോഹിതൻ പറയുന്ന കാര്യങ്ങൾ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ഈ പുരോഹിതൻ എന്ന് അവർ വിശ്വസിക്കുകയും ഈ പുരോഹിതൻ പറയുന്ന കാര്യങ്ങൾ താഴെത്തട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും കേൾക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഗ്രാമങ്ങളിൽ നിന്ന് നഗര സ്വഭാവം, ഈ സംസ്കാരം പ്രകടിപ്പിക്കുമ്പോൾ ഈ പുരോഹിതനിൽ നിന്ന് രൂപപ്പെട്ടതാണ് രാജാവ് എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ്. അപ്പൊ പുരോഹിതനും രാജാവും ഉണ്ടായി പിൽക്കാലത്ത്. അപ്പം ഒരു ചോദ്യമാണ് പ്രസ്താവന ചോദ്യം. സുമേറിയൻ നാഗരികതയിൽ, മെസൊപ്പൊട്ടേമിയൻ നാഗരികതയിൽ ആദ്യ കാലഘട്ടത്തിൽ പുരോഹിതനും രാജാവും ഒരാളായിരുന്നു. ഈ പ്രസ്താവന ശരിയാണോ? ഈ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഗ്രാമങ്ങളിൽ നിന്ന് നഗരപരമായ വളർച്ച ഈ സംസ്കാരത്തിന് സംഭവിച്ചപ്പോൾ ഭരണകാര്യങ്ങളും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഒരു പദവി രാജാവിന് പ്രത്യേകം ജനങ്ങൾ തെരഞ്ഞെടുക്കുകയും പുരോഹിതൻ ഇത്തരത്തിലുള്ള ആത്മീയ ഉപദേശങ്ങൾ നൽകുവാനും ആത്മീയ കാര്യങ്ങൾ നൽകുവാനും ആരാധന നടത്തുവാനുമായിട്ട് ഒരു പുരോഹിതനെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്നത് ആരാധനാലയമാണ്. ഇത് സുമേറിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിർമ്മാണമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടുത്തെ ചോദ്യം, മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെട്ട പേരെന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സിഗുറാത്തുകൾ എന്നാണ്. ഈ മേഖലയിലെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ആപ്ലിക്കേഷനിൽ LP UPയുടെ സ്പെഷ്യൽ ബാച്ചുകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൈകാര്യം ചെയ്യും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആയതുകൊണ്ട് മാത്രമാണ് വളരെ കുറച്ച് കാര്യം മാത്രം ഇതിനകത്ത് പറഞ്ഞു പോയത്. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് ബാക്കി ഉള്ള LP UPയുടെ ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് കാണാം. വളരെ വിശദമായിട്ട് അത്തരത്തിലുള്ള മേഖല ചർച്ച ചെയ്യാം. തുടർന്നും ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? കാണുവാനായിട്ട് ശ്രമിക്കുക. കൃത്യമായി നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഓക്കെ.